ഫിലേമോന്റെ ലേഖനത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിലേമോന്റെ ലേഖനവുമായി ബന്ധപ്പെട്ട ചില പൊതു ചോദ്യങ്ങൾ ആദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം: വേദപുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകമാണ് ഫിലേമോന്റെ ലേഖനം? ഉത്തരം 57-ാമത്തെ പുസ്തകം. അടുത്ത ചോദ്യം: പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകമാണ് ഫിലേമോന്റെ ലേഖനം? ഉത്തരം 18-ാമത്തെ പുസ്തകം. അടുത്ത ചോദ്യം: ഫിലേമോൻ എന്ന പേരിന്റെ അർത്ഥം എന്ത്? ഉത്തരം സ്നേഹമുള്ള അല്ലെങ്കിൽ വാത്സല്യമുള്ള, ലവിങ് ഓർ അഫക്ഷണേറ്റ്. ഒനേസിമോസ് എന്ന പേരിന്റെ അർത്ഥം എന്ത്? ഉത്തരം പ്രയോജനമുള്ളവൻ, യൂസ്ഫുൾ. അടുത്ത ചോദ്യം: ഫിലേമോന്റെ ലേഖനം എഴുതപ്പെട്ട കാലഘട്ടം? ഉത്തരം AD 61. അടുത്ത ചോദ്യം: പൗലോസ് ഈ ലേഖനം എഴുതിയ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഈ ലേഖനം ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു? ഉത്തരം കാരാഗൃഹ ലേഖനങ്ങളുടെ വിഭാഗത്തിൽ, പ്രിസൺ ലെറ്റേഴ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം: ആകെ കാരാഗൃഹ ലേഖനങ്ങൾ അഥവാ പ്രിസൺ ലെറ്റേഴ്സ് എത്ര? അവ ഏതെല്ലാം? ഉത്തരം 4 കാരാഗൃഹ ലേഖനങ്ങൾ: എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ എന്നീ ലേഖനങ്ങൾ. അടുത്ത ചോദ്യം: പൗലോസ് ഏത് കാരാഗൃഹത്തിൽ കഴിയുമ്പോൾ ആയിരുന്നു, അഥവാ എവിടെ കാരാഗൃഹത്തിൽ ആയിരിക്കുമ്പോൾ ആയിരുന്നു ഫിലേമോന്റെ ലേഖനം എഴുതിയത്? ഉത്തരം റോമിലെ കാരാഗൃഹത്തിൽ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകം 23-24 അധ്യായങ്ങൾ. അടുത്ത ചോദ്യം: ഫിലേമോന്റെ ലേഖനത്തിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട്? ഉത്തരം 1 അധ്യായം. അടുത്ത ചോദ്യം: ഒരു അധ്യായം മാത്രമുള്ള എത്ര ഗ്രന്ഥങ്ങൾ വേദപുസ്തകത്തിലുണ്ട്? അവ ഏതെല്ലാം? ഉത്തരം 5 ഗ്രന്ഥങ്ങൾ: ഓബദ്യാവ്, ഫിലേമോൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ. ഇനി നമുക്ക് ഫിലേമോന്റെ ലേഖനത്തിൽ നിന്നുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ഫിലേമോന്റെ ലേഖനത്തിൽ പൗലോസ് തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം ക്രിസ്തേശുവിന്റെ ബദ്ധനും വയസ്സനും. വാക്യങ്ങൾ 1-9. അടുത്ത ചോദ്യം: പൗലോസ് തിമത്തിയോസ് എന്നിവരുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഉത്തരം ഫിലേമോൻ. 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഫിലേമോന്റെ ലേഖനം രചിച്ചത് ആരാണ്? ഉത്തരം പൗലോസും തിമോഥെയോസും. 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഫിലേമോന്റെ ലേഖനം എഴുതപ്പെട്ടത് ആർക്കായിരുന്നു? ഓപ്ഷൻസ്: 1 ഫിലേമോൻ, 2 അപ്പിയ, 3 അർക്കിപ്പോസ്, 4 ഫിലേമോന്റെ വീട്ടിലെ സഭയ്ക്ക്. എല്ലാ ഓപ്ഷനുകളും ശരിയാണ്. 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: കർത്താവായ യേശുവിനോട് സകല വിശുദ്ധന്മാരോടും സ്നേഹവും വിശ്വാസവുമുള്ളവൻ എന്ന് പൗലോസ് കേട്ടത് ആരെക്കുറിച്ചാണ്? ഉത്തരം ഫിലേമോനെ കുറിച്ച്. 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചത് ആര്? ഉത്തരം ഫിലേമോൻ. 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: പൗലോസ് തന്റെ പ്രാർത്ഥനയിൽ ഫിലേമോനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കാരണമെന്ത്? ഉത്തരം ഫിലേമോന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ,
ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന്. 6-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വിശുദ്ധന്മാരുടെ ഹൃദയം ഫിലേമോൻ നിമിത്തം തണുപ്പിച്ചതുകൊണ്ട് സന്തോഷവും ആശ്വാസവും ലഭിക്കുന്നത് ആർക്ക്? ഉത്തരം പൗലോസിന്. 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പൗലോസ് ഫിലേമോനോട് കൽപ്പിപ്പാൻ ധൈര്യം ഉണ്ടെങ്കിലും അപേക്ഷിക്കുവാൻ കാരണമെന്ത്? ഉത്തരം സ്നേഹം നിമിത്തം. 8-ാമത്തെ വാക്യം, സ്നേഹം നിമിത്തം അപേക്ഷിക്കുക അത്രേ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പൗലോസ് എവിടെ വെച്ചാണ് ഈ ലേഖനം എഴുതിയത്? ഉത്തരം തടവിൽ അഥവാ കാരാഗൃഹത്തിൽ ആയിരുന്നപ്പോൾ. അടുത്ത ചോദ്യം, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം ഒനേസിമോസിനെ കുറിച്ച്. 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം ഒനേസിമോസിനെ കുറിച്ച്. 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എനിക്ക് പ്രാണപ്രിയനായവൻ എന്ന് പൗലോസ് വിളിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം ഒനേസിമോസിനെ. 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പൗലോസ് തടവിൽ ആയതിന്റെ കാരണം എന്ത്? ഉത്തരം സുവിശേഷ നിമിത്തം. 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദാസനല്ല ദാസനു മീതെ പ്രിയ സഹോദരൻ, ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ഉത്തരം ഒനേസിമോസിനെ കുറിച്ച്. 16-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കാം എന്ന് പൗലോസ് എഴുതിയത് ആർക്ക്? ഉത്തരം ഫിലേമോന്. 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ക്രിസ്തേശുവിൽ പൗലോസിന്റെ കൂട്ടുവേലക്കാർ ആരെല്ലാം? ഓപ്ഷൻസ്: 1 മർക്കോസ്, 2 അരിസ്തർക്കോസ്, 3 എപ്പഫ്രാസ്, 4 ദേമാസും ലൂക്കോസും. ഒന്ന്, 2, 4 ഓപ്ഷനുകൾ ശരിയാണ്. 24-ാമത്തെ വാക്യം 3-ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അടുത്ത ചോദ്യം, ക്രിസ്തേശുവിൽ പൗലോസിന്റെ സഹബദ്ധൻ ആരായിരുന്നു? ഉത്തരം എപ്പഫ്രാസ്. 23-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഫിലേമോനും ഒനേസിമോസും തമ്മിലുള്ള ആദ്യ ബന്ധം എന്തായിരുന്നു? ഉത്തരം ഉടമയും അടിമയും തമ്മിലുള്ള ബന്ധം. ഫിലേമോൻ ഉടമയും ഒനേസിമോസ് ഒരു അടിമയും ആയിരുന്നു. അടുത്ത ചോദ്യം, ഒനേസിമോസ് എന്ന അടിമയ്ക്ക് പൗലോസ് നൽകുന്ന പുതിയ പേരുകൾ എന്തെല്ലാം? ഉത്തരം 1 പ്രാണപ്രിയൻ, 12-ാമത്തെ വാക്യം. 2 പ്രിയ സഹോദരൻ, 16-ാമത്തെ വാക്യം. ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ ലിസണിങ് ടു ദിസ് ബൈബിൾ സ്റ്റഡി.